നമസ്കാരം. ഇന്ന് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമണ്ഡലമായ കോഴിക്കോട് നോർത്തിന്റെ രാഷ്ട്രീയത്തിലേക്കും അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിലേക്കുമാണ്. ഇതൊരു കേവലം തെരഞ്ഞെടുപ്പ് വിശകലനമല്ല, മറിച്ച് ഒരു ജനതയുടെ പ്രതീക്ഷകളും അവർ നേരിടുന്ന വെല്ലുവിളികളും അതിൽ നിന്ന് രൂപപ്പെടുന്ന രാഷ്ട്രീയത്തിന്റെ ഗതിയും ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. കേരളത്തിന്റെ ഭൂപടത്തിൽ കോഴിക്കോട് നോർത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലം മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഏത് നഗരവും നേരിടുന്ന അതേ പ്രശ്നങ്ങളുടെ, അതേ സാധ്യതകളുടെ ഒരു കണ്ണാടിയാണ് ഈ മണ്ഡലം. അതുകൊണ്ടുതന്നെ ഇത് കോഴിക്കോടിന്റെ മാത്രം കഥയല്ല, അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ തന്നെ കഥയാണ്. അപ്പോ ഈ വിശകലനം നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇതിന് കൃത്യമായൊരു ഘടനയുണ്ട്. 6 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കോഴിക്കോടിന്റെ യഥാർത്ഥ സാഹചര്യങ്ങളിൽ നിന്ന് തുടങ്ങി പ്രശ്നങ്ങളുടെ ആഴം മനസ്സിലാക്കി അവസാനം പ്രായോഗികമായൊരു ഭരണരൂപരേഖയിലേക്ക് നമ്മളെത്തും. നമുക്ക് തുടങ്ങാം. രാഷ്ട്രീയം ശരിക്കും തുടങ്ങുന്നതെവിടെ നിന്നാണ്? അത് ജനങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ്, അവരുടെ അടുക്കളയിൽ നിന്ന്, അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന്. കാരണം അവസാനം എല്ലാ തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നത് ഈ യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നോക്കൂ, ഈ ഒരു കണക്ക് 29.9%. എന്താണിത്? ഇത് 15നും 29നും ഇടയിൽ പ്രായമുള്ള നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലെ തൊഴിലില്ലായ്മയുടെ നിരക്കാണ്. ഇതൊരു വെറും സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, ഇത് നമ്മുടെ യുവതലമുറയുടെ നെഞ്ചിലെരിയുന്ന ഒരു തീയാണ്. വലിയ സ്വപ്നങ്ങളുള്ള ഒരു തലമുറ നേരിടുന്ന കടുത്ത ആശങ്കയുടെ നേർസാക്ഷ്യം. അടുത്തത് നോക്കൂ, 6.59%. ഇതാണ് 2025 മാർച്ചിലെ കേരളത്തിലെ വിലക്കയറ്റത്തിന്റെ നിരക്ക്, അതായത് പണപ്പെരുപ്പം. ലളിതമായി പറഞ്ഞാൽ ഓരോ ദിവസവും സാധാരണക്കാരന്റെ കയ്യിലുള്ള കാശിന്റെ വില കുറയുന്നതിന്റെ വേഗതയാണിത്. ഇത് ഓരോ കുടുംബ ബഡ്ജറ്റിനെയും എങ്ങനെ തകിടം മറിക്കുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അപ്പോ ഒരു വശത്ത് ഇത്രയധികം സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, പക്ഷേ അതിനിടയിൽ നമ്മൾ കാണുന്ന മറ്റൊരു കണക്കുണ്ട്. ഏകദേശം 78%. എന്താണെന്നല്ലേ? ഇതാണ് കോഴിക്കോട് നോർത്തിലെ ഉയർന്ന പോളിംഗ് ശതമാനം. ഇതൊരു വിരോധാഭാസമാണല്ലേ? ഒരു വശത്ത് കടുത്ത ജീവിത പ്രശ്നങ്ങൾ, മറുവശത്ത് ജനാധിപത്യത്തിലുള്ള അടിയുറച്ച വിശ്വാസം. ഈ ഒരു സംഘർഷമാണ് ഇവിടത്തെ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഇത്രയേറെ രാഷ്ട്രീയ ബോധമുള്ള ഈ ജനത കാലാകാലങ്ങളായി ആരെയാണ് തെരഞ്ഞെടുത്തത്? അവരുടെ തീരുമാനങ്ങൾ എങ്ങനെയായിരുന്നു? നമുക്ക് ആ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിക്കാം. ഇത് വർത്തമാനകാലത്തെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. 2011 മുതൽ 2021 വരെയുള്ള കണക്കുകളാ. സിപിഐഎമ്മിന് സ്ഥിരമായൊരു മുൻതൂക്കം കാണാം. കോൺഗ്രസിന്റെ വോട്ട് വിഹിതം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബിജെപിയുടെ വോട്ട് വിഹിതമാണ്. അത് ക്രമാനുഗതമായി പക്ഷെ വളരെ ശക്തമായി വർദ്ധിച്ചുവരുന്നു. ഇതിനർത്ഥം ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത കെട്ടുപാടുകൾക്ക് പതിയെ മാറ്റം വരുന്നു എന്നാണ്. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഓരോ വോട്ടും ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ്. നമ്മുടെ ഭരണഘടന ഓരോ പൗരനും നൽകുന്ന അന്തസ്സും ഉത്തരവാദിത്വത്തോടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇവിടെയാണ് പ്രസക്തമാകുന്നത്. അതോടൊപ്പം ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ, അവരുടെ സ്വകാര്യത ഇന്ത്യയുടെ പുതിയ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ പ്രകാരം എങ്ങനെ സംരക്ഷിക്കപ്പെടണം എന്നതും പ്രധാനമാണ്. ഇത് വ്യക്തിപരമായ ഉപദേശമല്ല, മറിച്ച് ഒരു ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇനി നമുക്ക് വോട്ടിന് പിന്നിലെ കാരണങ്ങളിലേക്ക് കടക്കാം. ഇവ വെറും പരാതികളുടെ ഒരു ലിസ്റ്റല്ല, ഇത് കോഴിക്കോട്ടെ ജനങ്ങളുടെ ദൈനംദിന ജീവിതമാണ്. പാതിരാത്രിയിൽ ഒരു കുടം വെള്ളത്തിനായി കാത്തിരിക്കുന്ന അമ്മമാർ, വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത മെഡിക്കൽ കോളേജിൽ കഷ്ടപ്പെടുന്ന രോഗികൾ, മണിക്കൂറുകളോളം ട്രാഫിക് ബ്ലോക്കിൽ കിടന്ന് ജീവിതം പാഴാക്കുന്നവർ. ഇതാണ് ജനങ്ങളുടെ യഥാർത്ഥ അസംതൃപ്തിയുടെ ഉറവിടം. ഈ ഓരോ പരാതിക്ക് പിന്നിലും ചില വലിയ കാരണങ്ങളുണ്ട്. വിലക്കയറ്റം സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കുന്നു. ഗൾഫിൽ നിന്ന് പ്രതീക്ഷയോടെ മടങ്ങിയെത്തിയവർക്ക് ഇവിടെ തൊഴിലില്ല, കടം മാത്രം. ഇനി വെറും സൗജന്യങ്ങൾ വേണ്ട, അന്തസ്സായി ജീവിക്കാനൊരു ജോലി വേണം എന്ന് യുവാക്കൾ പറയുന്നു. ഇതിനെല്ലാം ഉപരി ഭരണതലത്തിലുള്ള ചില വീഴ്ചകളും ആളുകളെ അലട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ മത്സരം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ആരൊക്കെയാണ് പ്രധാനികൾ? അവരുടെ ശക്തിയും ദൗർബല്യവും എന്തൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് ശരിക്കും 2 തലമുറകൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. ഒരു വശത്ത് തോട്ടത്തിൽ രവീന്ദ്രൻ, പതിറ്റാണ്ടുകളുടെ അനുഭവസമ്പത്ത്, മുൻ മേയർ, അഴിമതിയുടെ കറപുരളാത്ത ഒരു പ്രതിച്ഛായ. മറുവശത്തോ കെ എം അഭിജിത്ത്,
യുവത്വത്തിന്റെ പ്രസരിപ്പ്, ഊർജ്ജസ്വലനായ ഒരു വിദ്യാർത്ഥി നേതാവ്, അനുഭവസമ്പത്തും യുവത്വവും തമ്മിലുള്ള ഒരു പോരാട്ടം. ഇനി സിറ്റിംഗ് എംഎൽഎയുടെ ഒരു സ്വോട്ട് അനാലിസിസ് നോക്കാം. അതായത് ശക്തി, ദൗർബല്യം, അവസരങ്ങൾ, ഭീഷണികൾ. അദ്ദേഹത്തിന്റെ ക്ലീൻ ഇമേജും പരിചയസമ്പത്തും ശക്തമായ പാർട്ടി മെഷീനറിയും വലിയ ശക്തിയാണ്. പക്ഷേ പ്രായക്കൂടുതലും ചില പദ്ധതികൾ വൈകുന്നതും ഒരു ദൗർബല്യമായി ആളുകൾ കാണുന്നു. ഭരണകക്ഷി എംഎൽഎ എന്ന നിലയിൽ പലതും ചെയ്യാൻ അവസരങ്ങളുണ്ട്. എന്നാൽ വിലക്കയറ്റം, തൊഴിലില്ലായ്മ പോലുള്ള വലിയ പ്രശ്നങ്ങളും എതിരാളിയുടെ യുവത്വവും ബിജെപിയുടെ വളർച്ചയും വലിയ ഭീഷണികളായി മുന്നിലുണ്ട്. ഇതുവരെയുള്ള നമ്മുടെ വിശകലനത്തിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ജനങ്ങളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ പഴയ വഴികൾ മാത്രം പോരാ, പുതിയൊരു സമീപനം വേണം. അപ്പോ അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയൊരു കർമ്മപദ്ധതിയെക്കുറിച്ചാണ്. ഇത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു നാടിനെ ശരിയായി ഭരിക്കാനുള്ള ഒരു രൂപരേഖയാണ്. ഈ പുതിയ സമീപനത്തിന് നമുക്കൊരു പേര് കൊടുക്കാം: ചതുർമുഖ സിദ്ധാന്തം. പേരുപോലെ തന്നെ ഇതിന് 4 മുഖങ്ങളുണ്ട്. ഒന്നാമത്തേത് ശിവൻ, അതായത് ആക്രമണം. ജനങ്ങളെ വലയ്ക്കുന്ന കുടിവെള്ള പ്രശ്നം പോലുള്ള കാര്യങ്ങളിൽ എതിരാളികളുടെ വീഴ്ചകളെ തുറന്നുകാട്ടുക. രണ്ടാമത്തേത് വിഷ്ണു, സ്ഥിരത. സുരക്ഷിതവും മതേതരവുമായ ഒരു ഭരണമാണ് വാഗ്ദാനം ചെയ്യേണ്ടത്. മൂന്നാമത്തേത് ബ്രഹ്മാവ്, നൂതനാശയം. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ടെക് പാർക്കുകൾ പോലുള്ള പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക. നാലാമത്തേത് ദുർഗ, സംരക്ഷണം. ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും സാധാരണക്കാർക്കും സംരക്ഷണം ഉറപ്പു നൽകുക. വലിയ തന്ത്രങ്ങൾ മാത്രം പോരല്ലോ, ആളുകൾക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന ചില കാര്യങ്ങളും വേണം. ഉദാഹരണത്തിന്, ഓരോ വാർഡിലും ഒരു വാട്ടർ കമ്മിറ്റിയുണ്ടാക്കി കുടിവെള്ള പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും. അല്ലെങ്കിൽ യുവാക്കൾക്കായി ഒരു തൊഴിൽമേളയും സ്റ്റാർട്ടപ്പ് മത്സരവും സംഘടിപ്പിക്കുന്നത് അവർക്ക് പ്രതീക്ഷ നൽകും. ഇത്തരം ചെറിയ എന്നാൽ ഫലപ്രദമായ കാര്യങ്ങൾ വലിയ മാറ്റമുണ്ടാക്കും. ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമല്ല, അത് ജനങ്ങൾക്കു നൽകുന്ന ഒരു ഉറപ്പാണ്. ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. അവരുടെ സ്വകാര്യ വിവരങ്ങൾ സമ്മതത്തോടെയല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. ഈ മൂല്യങ്ങൾ സംരക്ഷിക്കുമ്പോഴാണ് ഒരു ഭരണാധികാരി ജനങ്ങളുടെ വിശ്വാസം നേടുന്നത്. ഇത് നിയമോപദേശമല്ല, മറിച്ച് നല്ല ഭരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. രാഷ്ട്രീയത്തിൽ 2 തരം തീരുമാനങ്ങളുണ്ട്. ഒന്ന്, തന്ത്രപരമായ തീരുമാനങ്ങൾ, അതായത് എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. നമ്മുടെ വലിയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? രണ്ടാമത്തത്, പ്രവർത്തനപരമായ തീരുമാനങ്ങൾ, അതായത് എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. ആ ലക്ഷ്യങ്ങൾ നേടാൻ നമ്മൾ ദിവസവും എന്തെല്ലാം ചെയ്യണം? ഈ രണ്ടും ഒരുപോലെ പ്രധാനമാണ്. വലിയ കാഴ്ചപ്പാടും വേണം, അത് നടപ്പിലാക്കാനുള്ള കഴിവും വേണം. അവസാനമായി നമുക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്: എന്താണ് യഥാർത്ഥ വിജയം? ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കുന്നത് മാത്രമാണോ? അതോ ഒരു തിരഞ്ഞെടുപ്പിൽ ജയിച്ചതിനു ശേഷം അടുത്ത തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ വിശ്വാസം നേടിയെടുത്ത് ആ നാടിനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണോ? ഈയൊരു ചിന്തയോടെയാണ് നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്കും ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ blueprintstrategies.ai-യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 0842 041602 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.